കാവ്യയാണ് ഇതിൻ്റെ കാര്യമെന്ന് നമുക്ക് മൊത്തത്തിൽ ജനങ്ങളുടെ മുമ്പിൽ എല്ലാവരും ധരിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ്. ഞാനും എൻ്റെ ആദ്യ ഭാര്യയും തമ്മിലുള്ളൊരു സൗഹൃദം എന്ന് പറയുന്നത് അതൊരു ഭാര്യ-ഭർത്തൃ ബന്ധമൊന്നുമായിരുന്നില്ല. അത്രയും ശക്തരായ കൂട്ടുകാരായിരുന്നു. എന്ന് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. അതുപോലെ ഉള്ള ഒരു സൗഹൃദത്തിലാണ് ഇങ്ങനെയുള്ള ഒരു സങ്കടകരമായ അവസ്ഥ ഉണ്ടായത്. അതിൽ വിഷമമുണ്ട് ഇല്ലെന്ന് പറയില്ല, അത് ഞാൻ പറഞ്ഞില്ല, നേരത്തെ കഴിഞ്ഞ വിഷയമാണ്. പക്ഷേ അതിലേക്ക് കാവ്യയെ പിടിച്ചിട്ടാണ് പലരും പല വർത്തമാനങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഞാൻ ന്യായീകരിക്കാനോ പറയുന്നത്, കാരണം ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ന്യായീകരിക്കാൻ ഇപ്പോൾ കാവ്യനെ കല്യാണം കഴിച്ചുകൊണ്ട് കാവ്യനെ വെള്ള പൂശി റെഡിയാക്കി വെക്കാനുള്ള രീതിയിലൊന്നുമല്ല. പക്ഷേ സത്യസന്ധമായ കാര്യം കാവ്യല്ല. 98 ആണ് ഞാൻ ആ വർഷത്തിലാണ് കല്യാണം കഴിച്ചത്. പെട്ടെന്നുള്ള കല്യാണമായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ 3-4 വർഷം മുമ്പ് വരെ 5 വർഷം, ഏകദേശം 5 വർഷത്തിനോട് എടുക്കുന്നു, വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം തന്നെയായിരുന്നു ഞങ്ങളത്. പക്ഷേ അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ സംഭവിച്ചു. എന്താണ് എൻ്റെ കുടുംബജീവിതത്തിൽ സംഭവിച്ചത് എന്നുള്ളതിൻ്റെ വിശദമായ കാര്യങ്ങളെല്ലാം 2013 ജൂൺ 5-ാം തീയതി ഞാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്ത ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഉണ്ടായിരുന്നു. ഡിവോഴ്സ് പെറ്റീഷൻ അല്ല പറയേണ്ടത്, ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുടുംബചരിത്രം എന്നാണ് പറയാം. അത് പ്രതികളുണ്ട്, കക്ഷികളുണ്ട്, സാക്ഷികളുണ്ട്, 100% വിശ്വസിക്കുന്ന തെളിവുകളടക്കമാണ് ഞാൻ കോടതി കൊണ്ടുപോയി വെച്ച്. അതിൽ നമ്മുടെ ഭാഷയിൽ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന വാക്കാണ് പ്രമുഖർ ഒരുപാട് പേരുണ്ട്. പ്രമുഖർക്കൊക്കെ നമ്മൾ പറയുന്ന ഇമേജ് എന്ന് പറയുന്ന വലിയ വിഷയമുണ്ട്. അതിനെല്ലാം ഞാൻ മാനിക്കുന്നുണ്ട്. അവരുടെ നല്ല മുഖങ്ങളൊന്നും പുറത്ത് വരാതിരിക്കാനായിട്ട് ഞാൻ തന്നെയാണ് ശരിക്കും രഹസ്യ വിചാരണ എന്ന് പറയുന്ന ഒരു വിഷയം എൻ്റെ മേലെടുത്ത് വെച്ചു. ഒരു ദിവസം ഒരാളും പ്രതീക്ഷിക്കാതെ ഒരു കുടുംബം പിളർന്നുപോയി. കാരണം പറഞ്ഞില്ല, വഴക്കും കേട്ടില്ല. പക്ഷെ ഒന്നിച്ചു നിന്നിരുന്ന 3 പേരിലെ ഒരാൾ നിശബ്ദമായിട്ട് പിന്നോട്ട് നടന്നു. അന്നു മുതൽ മലയാള സിനിമയുടെ ബാക്ക് സ്റ്റേജിൽ ഒരു ചോദ്യം മാത്രം: ആ രാത്രിയിൽ എന്താണ് നടന്നത്? പ്രൊഡ്യൂസർമാരും ഇൻസൈഡർമാരും വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞ ചില ചെറിയ ക്ലിപ്പുകൾ, ഭാഗ്യലക്ഷ്മിയുടെ ശബ്ദവും ബഷീറിന്റെ അന്ന് 12 മണിക്ക് നടന്നതെന്നുള്ള വെർഷനും, ഇവ ഒരുമിച്ചപ്പോൾ ഈ ഒരു കേസ് എന്ന് പറയുന്നത് ഒരു സാധാരണ വേർപാടല്ല എന്നുള്ളത് കണ്ണിൽ കാണാം. അവർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും കേൾക്കേണ്ടതായിരുന്നു. പക്ഷെ ഒരിക്കൽ കേട്ടാൽ മുഴുവൻ കഥ തന്നെ മാറ്റിമറിക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലയാള സിനിമയിൽ വർഷങ്ങളായിട്ട് ചർച്ചയായിട്ടും ഇപ്പോഴും മങ്ങാതെ നിലനിൽക്കുന്ന ഒരു വിഷയം: ദിലീപ്, മഞ്ജു വാര്യർ, കാവ്യ മാധവൻ. ഇവർ 3 പേരുടെ ജീവിതത്തിലൂടെ കടന്നുപോയ ആ പഴയതും പുതിയതുമായിട്ടുള്ള സംഭവങ്ങൾക്ക് പിന്നിലെ സത്യങ്ങൾ എന്താണ്? സമൂഹം ഇതിനെ എങ്ങനെ കാണുന്നു? അതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത്. സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും എപ്പോൾ വേണമെങ്കിലും വീണ്ടും ഉയരുന്ന ഒരു ഹെഡ്ലൈനാണ് ദിലീപ് കാവ്യ ബന്ധം മഞ്ജുവിന് മുൻപേ അറിയാമായിരുന്നു എന്നത്. ഈ ചോദ്യം ഒരു പഴയതാണെങ്കിൽ പോലും ചിലരുടെ പഴയ ഇന്റർവ്യൂസും അതുപോലെ ചിലരുടെ അഭിപ്രായങ്ങളെല്ലാം ഇതിനെ വീണ്ടും വീണ്ടും ചർച്ചയിലാകുന്നു. പക്ഷെ ഈ സംഭവങ്ങളുടെ സത്യാവസ്ഥ എന്താണ്? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? സമൂഹം ഇതിനെ എങ്ങനെ കാണുന്നു? ലിബർട്ടി ബഷീറിന്റെ പഴയ ഒരു ഇന്റർവ്യൂ, മുൻപ് കേരള കൗമുദിക്ക് നൽകിയ ഒരു ഇന്റർവ്യൂവില് പ്രൊഡ്യൂസർ ആയിട്ടുള്ള ലിബർട്ടി ബഷീർ പറഞ്ഞ ചില കാര്യങ്ങൾ വീണ്ടും വൈറലാകുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് മീശ മാധവൻ, അതായത് 2002 ആ ഒരു ടൈമിൽ തന്നെ ദിലീപ് കാവ്യ ബന്ധത്തെ പറ്റി മഞ്ജുവിന് അറിവുണ്ടായിരുന്നു എന്നതാണ്. സമൂഹം പറയുന്നത് പോലെ അമേരിക്കൻ പരിപാടിയിൽ നടന്ന കാര്യങ്ങളല്ല അസലായിട്ടുള്ള ആ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്ന കാര്യത്തിലെ ഏറ്റവും പ്രകമ്പനമുണ്ടാക്കിയ ഒരു ഭാഗമാണ് മീശ മാധവൻ സിനിമയുടെ 100-ാം ദിവസത്തെ ആഘോഷം. രാത്രി കൃത്യം 12 മണി എറണാകുളം MG റോഡിലുള്ള ഇന്റർനാഷണൽ ഹോട്ടലിന്റെ സൈഡിലെ ബഷീർ വാഷ്റൂം ഭാഗത്തേക്ക് പോകുന്നതിനിടെയാണ് അവർ ആ ഒരു ദൃശ്യം ശ്രദ്ധിച്ചത്. മഞ്ജു വാര്യർ കയ്യില് 3-4 മാസം പ്രായമുള്ള കുഞ്ഞായ മീനാക്ഷിയെ പിടിച്ച് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരവസ്ഥ. അവൾ വീട്ടിലേക്ക് പോയില്ലേ എന്ന് ചോദിച്ചപ്പോൾ മഞ്ജു പറഞ്ഞത് ഒരു ചെറിയ വാക്ക് മാത്രം: ചേട്ടൻ വന്നില്ല ഇക്ക. ദിലീപ് വരാത്തത് കൊണ്ട് അവർ ഒരറ്റം അവിടെ നിൽക്കുകയാണ്. ഇത് കേട്ട ബഷീർ ദിലീപിനെ അന്വേഷിച്ച് മുന്നോട്ടു പോയി. അവിടെ കണ്ടത് ദിലീപ് മറ്റൊരു ബാത്റൂമിന് സമീപം കാവ്യ മാധവനോടൊപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് കണ്ട ബഷീർക്ക് തോന്നിയത്, ഇപ്പോൾ മഞ്ജു കുഞ്ഞുമായി ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ദിലീപ് ഈ സൈഡിൽ കാവ്യക്കൊപ്പമാണോ? അവർ ദിലീപിനോട് തന്നെ നേരിട്ട് പറഞ്ഞു അത്രേ, അവളെ വീട്ടിൽ കൊണ്ടുപോ, കുഞ്ഞിനൊപ്പം ഒറ്റയ്ക്കാണ് അവൾ നിൽക്കുന്നതെന്ന്. അതിനുശേഷം ലിബർട്ടി ബഷീർ തന്നെ മഞ്ജുവിനെയും കുഞ്ഞിനെയും കാറിൽ കയറ്റി വിട്ടതായും ബഷീർ പറയുന്നുണ്ട്. ഇവിടെ ലിബർട്ടി ബഷീറിന്റെ വെർഷന്റെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ദിലീപ് കാവ്യ ബന്ധം പിന്നീട് അമേരിക്കൻ പരിപാടിയിൽ മാത്രമല്ല, ഇതിന് മുൻപ് തന്നെ മീശ മാധവൻ കാലത്ത് തന്നെ കുറെ വ്യക്തമായിട്ടുള്ള സിഗ്നൽസ് ഉണ്ടായിരുന്നു. ചില ലൊക്കേഷനുകളിൽ ദിലീപ് താഴത്തെ മുറിയിലും കാവ്യ മുകളിലത്തെ മുറിയിലും താമസിച്ചിരുന്നതായും അവർ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ ഒരു ബന്ധത്തിന്റെ ജ്വാല പിന്നീട് പൊട്ടിത്തെറിച്ചെങ്കിലും തീ ആരംഭിച്ചത് വളരെ മുൻപ് എന്നതായിരുന്നു അദ്ദേഹം പറയുന്നത്. ഇനി ഇതിന്റെ മറുവശത്ത് ഭാഗ്യലക്ഷ്മി പറയുന്ന വെർഷൻ ഉണ്ട്. അതായത് മഞ്ജുവിന്റെ ജീവിതത്തിന്റെ ഫാമിലി സൈഡ് അനുഭവങ്ങളാണ് അവർ പറയുന്നത്. മഞ്ജുവിന് വീട്ടിലെ സ്വാതന്ത്ര്യം വളരെ കുറവായിരുന്നു എന്നും ഫോൺ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഒരാളെ വിളിക്കാനോ പോലും സ്വാതന്ത്ര്യമില്ലായിരുന്നു. വീട്ടുകാർ ആദ്യം പരിശോധിച്ച് എന്തിനാണ് എന്ന് ചോദിച്ചിട്ടാണ്
ഫോണ് കയ്യിൽ കിട്ടുന്ന ഒരു അവസ്ഥ, അതായിരുന്നു മഞ്ജുവിന്റെ ആ ഒരു വീട്ടിലുള്ള അവസ്ഥ എന്ന് പറയുന്നത്. ഒരു പ്രശസ്ത നടിയായിട്ടും അവർ അത്രയും വർഷം സൈലന്റ് ആയി തന്നെ ജീവിതം നടത്തി. ഒന്നും തുറന്നു പറഞ്ഞില്ല, ഒരു കംപ്ലൈന്റും ചെയ്തില്ല, ഒരു ലോകത്തോട് ഒന്നും ഷെയർ ചെയ്തില്ല. ഭാഗ്യലക്ഷ്മിയുടെ വേർഷനിൽ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. മഞ്ജു എല്ലാം മുൻപേ തന്നെ അറിയുന്നവളായിരുന്നു. അതറിയാതെ ജീവിച്ചിരുന്നത് ദിലീപാണ് എന്നതായിരുന്നു ഭാഗ്യലക്ഷ്മി പറഞ്ഞത്. ദിലീപ് കരുതിയിരുന്നത് അമേരിക്കൻ പരിപാടിയിലാണ് ആരോ എന്തോ പറഞ്ഞ് അതുകൊണ്ടാണ് പ്രശ്നം പൊട്ടിത്തെറിച്ചത് എന്നാണ്. പക്ഷെ ഭാഗ്യലക്ഷ്മി പറയുന്നത് മഞ്ജു വളരെ മുൻപ് തന്നെ എല്ലാം മനസ്സിലാക്കി. എന്നാൽ ഫാമിലിയിൽ ഒരു വിള്ളൽ വരാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഇത്രയും വർഷങ്ങളോളം സൈലന്റ് ആയിട്ട് നടന്നത്രേ. എന്തായാലും ഇവ രണ്ടും ചേർത്ത് നോക്കുമ്പോൾ ഒരു വലിയ ചിത്രം തന്നെ വ്യക്തമാണ്. മഞ്ജു എല്ലാം കാണുകയും എല്ലാം ഡിഗ്നിഫൈഡ് രീതിയിൽ സഹിക്കുകയും ചെയ്തു. ബഷീർ പോലുള്ള ചിലർ ആർപ്പുവിളിയില്ലാതെ ചില സംഭവങ്ങൾ ശ്രദ്ധിച്ചു. പക്ഷേ ദിലീപ് കരുതിയിരുന്നത് മഞ്ജു ഒന്നും അറിയുന്നില്ല എന്നതായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് അമേരിക്കൻ പരിപാടിയുടെ പേരിൽ വിഷയം പൂർണ്ണമായിട്ടും പൊട്ടിത്തെറിച്ചത്. എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഇപ്പോൾ ഈ പഴയ ഇന്റർവ്യൂസ് വീണ്ടും പുറത്തെടുത്ത് ഷെയറുകൾ നടക്കുകയാണ്. പുതിയ തലമുറയ്ക്ക് ആ കാലത്തെ സംഭവങ്ങൾ പുതുമയായിട്ട് തോന്നുന്നു. ദിലീപിനെ ചുറ്റിപ്പറ്റിയ മറ്റ് കേസുകളും വിവാദങ്ങളും വീണ്ടും ഡിസ്കസ് ആക്കുമ്പോൾ ഈ ബന്ധങ്ങളുടെ ഹിസ്റ്ററി വീണ്ടും സ്പോട്ട്ലൈറ്റിലേക്ക് വരുന്നു. ഒരു വശത്ത് ചിലർ പറയുന്നത് ഇതെല്ലാം മഞ്ജുവിന് അതിനു മുൻപേ അറിയാം, അനാവശ്യമായിട്ട് ചിലർ കാര്യങ്ങൾ സെൻസേഷണലൈസ് ചെയ്യുന്നു എന്നതാണ്. മറ്റൊരു വശത്ത് ചിലർ പറയുന്നത് മഞ്ജു പല കാര്യങ്ങളും മറച്ചു വെച്ചത് കൊണ്ടാണ് പിന്നീട് ഈ പ്രശ്നങ്ങൾ പൊട്ടിത്തെറിച്ചതെന്നാണ്. ഇതാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ബന്ധങ്ങൾ തകർന്നു പോകാം, അത് മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇന്നത്തെ അവസ്ഥയിൽ മൂവരും, അതായത് ദിലീപും മഞ്ജുവും കാവ്യയും അവരുടെ ജീവിതത്തിൽ സെറ്റിൽഡായി. പഴയ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞ് ആരെയും ഹർട്ട് ചെയ്യേണ്ട സാഹചര്യമില്ല. മഞ്ജുവിന്റെ സൈലൻസ്, അതാണ് ആളുകൾ ഇപ്പോൾ കൂടുതലും മാനിക്കുന്നത്. ദിലീപും കാവ്യ ബന്ധവും മഞ്ജുവിന്റെ പിറകിൽ നടന്നതാണ് എന്നുള്ള സ്ട്രോങ്ങർ അഭിപ്രായം മഞ്ജുവിനെ ഇമോഷണലി പ്രശ്നത്തിലാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നും ചിലർ വിശ്വസിക്കുന്നു. പഴയ സംഭവങ്ങളെല്ലാം ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് വലിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായത്. ചിലർക്ക് തോന്നുന്നത് മഞ്ജു ഒരു സൈലന്റ് സഫറർ ആയിരുന്നു എന്നതാണ്. ഇവിടെ നമ്മൾ പുറത്ത് കാണുന്നത് എന്താണ്? ഒരു 10% മാത്രമാണ്. 3 പേരുടെയും ജീവിതത്തിൽ നടന്നതിന്റെ യഥാർത്ഥ ഭാഗം അവരുടെ ഹൃദയത്തിൽ മാത്രമേ ഉള്ളൂ. മൂവരും ഇപ്പോൾ വ്യത്യസ്ത ജീവിതം നയിക്കുന്നത് കൊണ്ട് ഈ വിഷയങ്ങൾ വീണ്ടും ഉയർത്തുന്നതിൽ പ്രത്യേകമായിട്ടുള്ള ഒരു മീനിങ്ങുമില്ല. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ബന്ധങ്ങൾ, വികാരങ്ങൾ, കുടുംബജീവിതം ഇതെല്ലാം പുറത്തു നിന്ന് വിധിക്കാനാവാത്തവയാണ്. ലിബർട്ടി ബഷീർ പറഞ്ഞതും ഭാഗ്യലക്ഷ്മി പറഞ്ഞതും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കേൾക്കുമ്പോൾ ഒരു വെർഷൻ മാത്രമാണ്. പക്ഷേ ഒരു സത്യം നിഷേധിക്കാനാവില്ല, വാര്യർ ഒരു യഥാർത്ഥ സർവൈവർ ആണ് എന്നുള്ളത്. ജീവിതം തകർന്നു പോയപ്പോഴും അവർ കരിയറിലേക്ക് തിരിച്ചെത്തി. ഇന്നത്തെ മലയാള സിനിമയിലെ ഏറ്റവും പ്രചോദനമായിട്ടുള്ള സ്ത്രീകളിൽ ഒരാളാണ് മഞ്ജു വാര്യർ. ദിലീപും കാവ്യയും ഇന്നിവിടെ ഫാമിലി ലൈഫിൽ ലീഡ് ചെയ്യുന്നു. അവർക്ക് അവരുടേത് ജീവിതം, മഞ്ജുവിനും അവരുടെ ജീവിതം. കടന്നുപോയ കഥകൾ നമ്മൾ കേൾക്കുന്നത് അവരുടെ പെയിനും അവരുടെ സൈലൻസും അവരുടെ ഡിസിഷൻസും ഇത്രയും ഒരു ചെറിയ ഷാഡോ മാത്രമാണ്. നമ്മൾ കേൾക്കുന്ന ഓരോ വിവാദത്തിന്റെയും പിന്നിൽ മനുഷ്യരുടെ റിയൽ ഇമോഷൻസ് ഉണ്ട്, അറിയപ്പെടാത്ത കഷ്ടപ്പാടുകളുമുണ്ട്. അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നത് വാർത്തയുടെയും ഗോസിപ്പ് ജോലികളുടെയും ഭാഗമായാലും തീരുമാനിക്കേണ്ടത് നമ്മളല്ല. അവർക്കിടയിൽ നടന്നത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മൾ കേൾക്കുന്നത് ഒരു വെർഷൻ മാത്രം. പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുമ്പോൾ ഒന്നായി മനസ്സിലാക്കേണ്ടത് സമാധാനം എന്നത് ചിലപ്പോൾ മൗനത്തിലൂടെയും കാലം കടന്നു പോകുന്നതിലൂടെ മാത്രമേ ഉണ്ടാകൂ. ഒടുവിൽ പറയേണ്ടതെങ്കിൽ നമ്മൾ ദിനം പ്രതി കാണുന്ന ഇത്തരം സംഭവങ്ങൾ ഒരു റിയാലിറ്റി ചെക്കാണ്. സോഷ്യൽ മീഡിയയിൽ ഒരു പേര്, ഒരു ചരിത്രം, ഒരു ഇമേജ് ഇങ്ങനെയൊന്നും സ്ഥിരമല്ല. ഏതൊരു വ്യക്തിയെയും ഒരു സിംഗിൾ ഇൻസിഡന്റ് കൊണ്ടോ ഒരാളെ പിന്തുണയ്ക്കുന്നതിന്റെ ശബ്ദം കൊണ്ടോ നമുക്ക് പൂർണ്ണമായിട്ട് ഡിഫൈൻ ചെയ്യാനാവില്ല. പക്ഷേ ഒരു കാര്യമാണ് തീർച്ച, സത്യം എത്ര മറച്ചു വെച്ചാലും അത് ഒടുവിൽ പുറത്തു വരും. സമൂഹം ഇന്ന് 2 ഭാഗമാണ്. ചിലരെല്ലാം കുറ്റം കണ്ടെടുക്കുന്നവരും ചിലർ തെളിവുകൾ വന്നാലേ വിശ്വസിക്കൂ എന്നവരും. വികാരം വെച്ച് തീരുമാനം എടുക്കുന്നത് നമ്മയും തെറ്റിലാകും. ഈ സംഭവത്തിൽ ആരാണ് ശരി, ആരാണ് തെറ്റ് പറഞ്ഞാൽ മാത്രമേ ഫൈനൽ ആകൂ. പക്ഷെ നമുക്ക് ചെയ്യാനുള്ളത് ഒരു കാര്യമാണ്, റെസ്പോൺസിബിൾ ആയിട്ടുള്ള പ്രേക്ഷകരാകുക എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ഉള്ളത് കൊണ്ട് കുറ്റക്കാരനാക്കുകയും സപ്പോർട്ട് ലഭിക്കുന്നത് കൊണ്ട് നിർദോഷിയാക്കുകയും ചെയ്യുന്നത് നമ്മൾ നിർത്തണം. ഒടുവിൽ ഒരു പേരിന്റെ റെപ്യൂട്ടേഷൻ ഒരു നിമിഷം കൊണ്ട് തകർന്നു പോകാം, പക്ഷെ സത്യത്തിന്റെ റെപ്യൂട്ടേഷൻ ഒരിക്കലും തകരില്ല. അത് വരാൻ സമയം മാത്രം വേണ്ട. അതുകൊണ്ട് വെയിറ്റ് ഫോർ ട്രൂത്ത്, തിങ്ക് ബിഫോർ ജഡ്ജിങ് ആൻഡ് സ്റ്റേ ഹ്യൂമൻ. എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ പറയൂ. അതിൽ ജഡ്ജ്മെന്റും ഇല്ല, അതിൽ സൈഡ് ടോക്കിങ്ങും ഇല്ല. നിങ്ങളുടെ ഹോണസ്റ്റ് ഒപ്പീനിയൻ മാത്രം. അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം.